നമസ്കാരം. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻസേർട്ട് എന്ന ടാബിനെയാണ്, അല്ലെങ്കിൽ ഇൻസേർട്ട് എന്ന മെനുവാണ്. ഇൻസേർട്ട് എന്ന മെനുവിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് കവർ പേജ് എന്ന ഓപ്ഷനാണ്. കവർ പേജ് എന്നാണ് നമ്മൾ വേർഡിന് വരുന്ന കവർ പേജസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ആദ്യത്തെ കവർ പേജ് എന്താണ് കൊടുക്കേണ്ടത്, ആ കവർ പേജാണ്. ഇതിൽ ഡീഫോൾട്ടായിട്ട് കുറച്ച് ഡിസൈനുകൾ തന്നിട്ടുണ്ട്. ഈ ഡിസൈനുകൾ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു കവർ പേജാണ് ഡിസൈൻ ചെയ്യേണ്ടത്. കണ്ടില്ലേ, കവർ പേജ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻസ് വെച്ച് നമുക്ക് കവർ പേജ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഏത് ഡിസൈനാണ് നമുക്ക് കവർ പേജായിട്ട് കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കവർ പേജിൽ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ബ്ലാങ്ക് പേജ്. അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് പേജിൻ്റെ ആവശ്യത്തിന് പേജ് വേണമെങ്കിൽ ബ്ലാങ്ക് പേജ് ഇൻസേർട്ടിൽ ബ്ലാങ്ക് പേജ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്താൽ ആവശ്യത്തിനനുസരിച്ച് എത്ര പേജ് വേണോ അത്രയും പേജസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ പേജിൽ പേജ് ബ്രേക്കാണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിന് ഇവിടെ അങ്ങോട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭാഗത്ത് അങ്ങോട്ട് ബ്രേക്ക് കൊടുക്കണമെങ്കിൽ ഒരു കട്ടി കൊടുക്കണമെങ്കിൽ അതാണ് നമുക്കിവിടെ നോക്കുന്നത്. പേജ് ബ്രേക്കുള്ളത് അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ പേജിന് ഏത് ഭാഗത്താണ് വരുന്നത് വെച്ചാൽ ആ ഭാഗത്ത് അങ്ങോട്ടൊക്കെ പേജ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജ് ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതനുസരിച്ച് പേജിൻ്റെ എണ്ണം കൂടും. നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് അങ്ങോട്ടൊപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് പേജ് ബ്രേക്ക് കൊടുത്താൽ അടുത്ത പേജിലേക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് പേജ് ബ്രേക്ക് ഉള്ളത്. അടുത്ത ഓപ്ഷനാണ് ടേബിൾ എന്ന് പറയുന്നത്. ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സൽ ഷീറ്റ് പോലെ അല്ലെങ്കിൽ ചെറിയ ഒരു ഭാഗം നമുക്കിതിൽ വേർഡിൽ ചെയ്യാൻ കഴിയും. ഇതാണ് അവിടെ ടേബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടേബിളിൽ നമുക്ക് എത്ര കോളം വേണം, എത്ര റോസ് വേണം നമുക്ക് ഇവിടെ ഡീഫോൾട്ട് കാണിക്കുന്നുണ്ട്. ഇത് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ ഈ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇൻസേർട്ട് ടേബിൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ടേബിൾ എന്ന ഓപ്ഷനിൽ നമുക്ക് നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ് എത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര എണ്ണം വേണം എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫിക്സഡ് കോളം വിത്ത് ഓട്ടോ കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൻ്റെ വിഡ്ത്താണ് ചെയ്യുന്നത്. കോളം എത്ര വിഡ്ത്തിൽ വേണം നമുക്കിവിടെ അതിൻ്റെ ഇഞ്ചസ് സെറ്റ് കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഓട്ടോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആ കോളം എന്ത് ചെയ്യാം, അതായത് ആ ടെക്സ്റ്റിന് ഫിറ്റ് ആയിട്ടുള്ള കോളം നമുക്കിവിടെ കിട്ടും. ഇങ്ങനെ കൊടുത്ത് ഓക്കെ കൊടുത്താൽ നമുക്കിവിടെ കോളം ഇൻസേർട്ട് ആവും. ഇത് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ടൈപ്പ് ചെയ്യാം. ഉദാഹരണം ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിസൈൻ എന്നും ലേഔട്ട് എന്ന് പറഞ്ഞ് രണ്ട് മെനൂസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നോരോന്ന് നോക്കിയിട്ട് പരിശോധിക്കാം. ഇതിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് കോളം നമുക്ക് മാർക്ക് ലിസ്റ്റ്, അതല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യും. ഈ മാർക്ക് ലിസ്റ്റ് ഈ കോളത്തിൻ്റെ സെൻറ്ററിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കോളം എല്ലാം കൂടി ഹെഡിങ് പോലെ ആക്കണമെങ്കിൽ നമുക്ക് ആ വേണ്ട കോളങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. വേണ്ട കോളങ്ങൾ അല്ലെങ്കിൽ വേണ്ട റോസ് മാത്രം സെലക്ട് ചെയ്തെടുത്ത് ഈ റോസ് എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് മെർജ് ചെയ്തിട്ട് സെൻറ്ററിലാക്കണമെങ്കിൽ നമുക്ക് ലേഔട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ലേഔട്ടിൽ മെർജ് സെൽസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മെർജ് ചെയ്യാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഒറ്റ റോ ആയി മാറിയിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് കോളമൊന്നും ഇല്ലാതെ. നമുക്ക് ഹോം പേജിൽ പോയിട്ട് നമുക്ക് ബോൾഡാക്കാം, അതിൻ്റെ വേണ്ട മാറ്റങ്ങൾ വരുത്താം, എക്സസൈസ് കൂട്ടാം, ഒക്കെ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുകയാണ്. ഇതിനെ നമുക്ക് സെൻട്രൽ അലൈൻ ചെയ്യാം, ബോൾഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ബോൾഡാക്കാം, സെൻട്രൽ അലൈൻ ചെയ്യാം, എന്ത് ചെയ്യാം. ഞാൻ ഇവിടെ സീരിയൽ നമ്പർ കൊടുക്കുന്നു 1, ഞാൻ പേര് കൊടുക്കുന്നു. മലയാളത്തിന് 30 മാർക്ക്, ഇംഗ്ലീഷിന് 30 മാർക്ക്, ടോട്ടൽ 60 മാർക്ക്. രണ്ടാമത്തെ അടുത്ത ഓപ്ഷൻ 2. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഇതിന് ശേഷം ഒരു കോളം വേണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇവിടെ വെച്ച് അവസാനം വെച്ച് ടാബ് അടിച്ചാൽ അടുത്ത കോളം ഇൻസേർട്ട് ആയി കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിവിടെ ലേഔട്ട് എന്നുള്ള ഓപ്ഷനിൽ ഇൻസേർട്ട് ബിലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ബിലോ എന്ന ഓപ്ഷൻ യൂസ് ചെയ്താൽ അതിനടിയിൽ നമുക്കിങ്ങനെ റോസ് ഇൻസ്റ്റാൾ ചെയ്യാം. എത്ര റോ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറത്തായി നമുക്കൊരു അഡീഷണൽ കോളം കൂടി ചേർക്കണമെങ്കിൽ അവസാനത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇൻസേർട്ട് റൈറ്റ് എന്നൊരു ഓപ്ഷൻ ചെയ്താൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു കോളം ഇൻസേർട്ട് ആയി കിട്ടും. ഇതുപോലെ ലെഫ്റ്റ് സൈഡ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ലെഫ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു കോളം ഇൻസ്റ്റാൾ കിട്ടും.
ഇൻസേർട്ട് ആയി കിട്ടും. ഇതിന്റെ മുകളിലാണ്, അതായത് നമുക്ക് ഇതിന്റെ മുകളിലാണ് റോ വേണ്ടതെങ്കിൽ ഒരു റോയും കൂടി അഡീഷണൽ ആയിട്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ആൾക്കാരും ചേർക്കണമെങ്കിൽ ഇവിടെ ഇൻസേർട്ട് എബോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് എവിടെയാണ് റോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് എബോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു പുതിയ റോ ഇൻസേർട്ട് ആയി കിട്ടും. ഇനി ഇതിനെ ഡിസൈൻ ചെയ്യാൻ ഇവിടെ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസൈൻ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ടേബിളിന് വേണ്ട ടേബിൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈൻസ്, നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഏത് ഡിസൈൻ വേണോ, എങ്ങനത്തെ ഡിസൈൻ വേണം, ടേബിളിൻ്റെ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി ഡിസൈൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബോർഡേഴ്സിൽ നമുക്ക് വേണ്ട ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ബോർഡർ വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ബോർഡറിൻ്റെ തിക്നെസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാം. എവിടെയാണ് ബോർഡർ വേണ്ടത്, ബോർഡർ അടിയിൽ മാത്രമാണ് അല്ലെങ്കിൽ മുഴുവനായിട്ട് വേണമെങ്കിൽ ഓൾ ബോർഡേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ ബോർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബോർഡറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പരമാവധി വൃത്തികേടില്ലാത്ത രീതിയിൽ ബോർഡർ കൊടുക്കാൻ ശ്രദ്ധിക്കാം. എല്ലാ ബോർഡേഴ്സും അങ്ങനെ കൊടുക്കാനാണ്. ഇവിടെയാണ് ടേബിളിൻ്റെ ഡിസൈൻസ് ഉള്ളത്. ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഷാഡിങ്, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിസൈൻസ് ഒട്ടനവധി ഡിസൈൻസ് ഉണ്ട്. ഈ ഡിസൈൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള ഡിസൈൻസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ അതേപോലെ ലേഔട്ടിൽ തന്നെ ഓപ്ഷനാണ്. ഈ കോളം നമുക്ക് വേണ്ട ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോളം സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കോളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ, ആ റോ മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റിൽ റോ ആണോ കോളമാണോ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ റോസ് കൊടുത്താൽ ആ റോ ഡിലീറ്റ് ആയിക്കോളും. ടേബിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ടേബിൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ടേബിൾ കൊടുത്താൽ ടേബിൾ മൊത്തം ഡിലീറ്റ് ആയിക്കോളും. അങ്ങനെയാണ് ഇവിടെ ടേബിളിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇവിടെ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ വന്ന് സെലക്ട് ചെയ്തിട്ട് മെർജ് സെൽസ് കൊടുത്താൽ ഒക്കെ മെർജായിട്ട് ഒറ്റ ലൈനിലായിട്ട്. ഇനി ഇതിനെ മെർജ് ചെയ്ത സെല്ലിനെ സ്പ്ലിറ്റായിട്ട് ഇവിടെ സെൽസിലേക്ക് തന്നെ മാറ്റണമെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് സെൽസ് ഉണ്ട്. അതിൻ്റെ എത്ര കോളം എത്ര റോ ആയിട്ടാണ് എത്ര കോളം വേണം അതിൽ ഇത് കൊടുത്താൽ ആ കോളം അനുസരിച്ച് ഇവിടെ സ്പ്ലിറ്റായി കിട്ടും. ഇതാണ് സ്പ്ലിറ്റ് സെൽസും മെർജ് സെൽസും വരുന്നത്. ഇൻസേർട്ടിൻ്റെ ഓപ്ഷൻസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡിസൈനിലുള്ള ഓപ്ഷൻസ് മനസ്സിലായെന്ന് വെച്ചു. ഡിസൈനിലെ ബോർഡേഴ്സ് എല്ലാം ഓരോന്നോരോന്നും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതാണ് ഇൻസേർട്ടിൽ വരുന്ന ടേബിളിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ചോദിച്ചാൽ മനസ്സിലാവും. ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരണം. ഇത്രയാണ് കോളംസ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി അടുത്ത് തൊട്ട് വരുന്ന ഓപ്ഷനാണ് ഇൻസേർട്ട് മെനുവിൽ പിക്ചർ എന്നുള്ളത്. നമുക്ക് ഈ ഇതിലൊരു പിക്ചർ വേണമെങ്കിൽ നമ്മൾ വേർഡ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ ചിത്രം ഇൻസേർട്ട് ചെയ്യണമെങ്കിലാണ് പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിക്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എവിടെ നിന്നാണോ ചിത്രം നമ്മൾ വേണ്ട ചിത്രം എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്കൊരു ചിത്രം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഓരോ കോണിൽ പിടിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിത്രത്തിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പച്ച ബട്ടൺ കാണുന്നതാണ് ചിത്രം റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എവിടെയാണ് ചിത്രം, എങ്ങനെയാണ് ചിത്രം വേണ്ടത് ആ ചിത്രം റൊട്ടേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ചിത്രം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ചിത്രത്തിന് ഇവിടെ ഒരുപാട് ഫോർമാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഷാഡോ കൊടുക്കാനും ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഓരോ ഓപ്ഷൻസും ആണ് വ്യക്തമായി ചെയ്ത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആവശ്യമുള്ള ഓപ്ഷനുകൾ സെലക്ട് ചെയ്തിട്ട് ഇനി ഇവിടെ പിക്ചർ ബോർഡർ ഉണ്ട്. ചില ബോർഡർ നമ്മളിവിടെ ഏത് ബോർഡറാണ് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ആ ബോർഡർ നമുക്ക് ഇവിടുന്ന് കളർ ചേഞ്ച് കൊടുക്കാവുന്നതാണ്. ബോർഡർ സെലക്ട് ചെയ്തതിനു ശേഷം കളർ ചേഞ്ച് ചെയ്യുന്ന ആവശ്യമുള്ള കളർ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഈ പിക്ചറിൻ്റെ ഷേപ്പാണ്, ഏത് ഷേപ്പിലാണ് പിക്ചർ വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. പിക്ചറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. പിക്ചറിന് ആവശ്യമുള്ള ഷേപ്പ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിലേക്കാണ് പിക്ചർ വേണ്ടതെന്ന് ആ ഷേപ്പിലേക്ക് നമ്മൾ പിക്ചർ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഈ പിക്ചറിനുള്ള ഇഫക്റ്റാണ്. ആ ഇഫക്റ്റ് ഈ സെയിം ഇഫക്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന സെയിം ഓപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആവശ്യം നമുക്കൊന്നില്ല അവിടെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അവിടെയാണ് പിക്ചറിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇനി നമുക്കിത് പിക്ചർ ഇൻസേർട്ട് ചെയ്താൽ നമുക്കിത് ഡ്രാഗ് ചെയ്ത് ആവശ്യമുള്ളിടത്തേക്ക് മാറ്റാൻ കഴിയുന്നതില്ല. അങ്ങനെ മാറ്റാൻ കഴിയണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ റാപ്പിംഗ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ചിത്രം വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇങ്ങോട്ട് വേണമെങ്കിലും മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കണം, ഇവിടെ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന ഓപ്ഷനാണ്
ഈ റാപ്പിംഗിലേക്കാണ് നമുക്ക് ഏത് ഓപ്ഷൻ വേണം ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ചിത്രം ഇൻസേർട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് കൂടുതലായി ആവശ്യം വരിക ടെക്സ്റ്റിന്റെ ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ നടുക്ക് ഭാഗത്തേക്കായിട്ട് ചിത്രം വേണമെങ്കിലാണ് ഈ റാപ്പിംഗ് എന്ന ഓപ്ഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാതെ ആ ഒരു സെക്ഷനിൽ ഞാൻ നമുക്ക് മനസ്സിലാക്കി തരാമെന്ന് കരുതുന്നു. ഇനി അടുത്ത ഇൻസേർട്ടുള്ള ഓപ്ഷനാണ് ക്ലിപ്പാർട്ട്. അതായത് നമുക്ക് വേർഡിൽ ഡീഫോൾട്ടായിട്ട് ക്ലിപ്പാർട്സുകൾ ഉണ്ടാവും. ക്ലിപ്പാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ വലതു ഭാഗത്തായിട്ട് നമുക്കിവിടെ ക്ലിപ്പാർട്സ് എന്നുള്ള ഓപ്ഷൻ വരും. എന്തിന്റെ ചിത്രമാണോ വേണ്ടത് നമുക്ക് ആ ചിത്രത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഗോ കൊടുത്താൽ, ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പാർട്സ് ഇവിടെ വരും. ഇതിൽ ആവശ്യമുള്ള ക്ലിപ്പാർട്ട് നമുക്ക് വേണ്ടത് ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ വേർഡ് ഡോക്യുമെന്റ്സിലേക്ക് ഇടാൻ പറ്റും. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കാണിച്ച അതേ ഓപ്ഷനുകൾ ഇതിലുണ്ട്. ഷാഡോ കൊടുക്കാനും ഡ്രാഗ് ചെയ്ത് മാറ്റണമെങ്കിൽ ടെക്സ്റ്റ് റാപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ കഴിയും. ആവശ്യമുള്ള ഇഫക്ട്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഏത് ഇഫക്ട്സ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അതാണ് മനസ്സിലാക്കില്ല. അടുത്ത ഓപ്ഷനാണ് ഷേപ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായി പറഞ്ഞു പോകുന്നത്. ഇൻസെർട്ടിൽ ഷേപ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഈ ഷേപ്പ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ്, ഏതെങ്കിലും ഒരു ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്സ് ഇതിൽ വരച്ചു കൊടുക്കാനാണ് ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. അതുപോലെ ഷേപ്സ് എന്നുള്ള ഓപ്ഷനിൽ ഒരുപാടുണ്ട്. ഇൻസേർട്ടിൽ നമുക്കൊരു കോളം വേണമെങ്കിൽ ആ കോളം എന്ത് ചെയ്ത് കൊടുക്കാം, വരച്ചു കൊടുക്കാം. ഈ കോളത്തിന്റെ ലേഔട്ട്സും അതിന്റെ ഫോർമാറ്റ്സ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ആവശ്യമുള്ള കളർ നൽകാൻ കഴിയും, ഷേപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയും. ആവശ്യമുള്ളത് ഏറ്റവും മുൻഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആവശ്യമുള്ള ചേഞ്ച് ചെയ്യാൻ കഴിയും. ഷേപ്പ് ഏത് ഷേപ്പിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതേ ഓപ്ഷനുകളൊന്നും നൽകാൻ കഴിയും. ഷേപ്പ് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനൊക്കെ വേണമെങ്കിൽ ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനിലേക്ക് ഷേപ്പിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയുകയാണ്. ഇതിന് ഷാഡോ ഇഫക്ട്സ് കൊടുക്കണമെങ്കിൽ ഷാഡോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കിയാൽ ആവശ്യമുള്ള ആവശ്യാനുസരണം ചെയ്തു വെക്കാം. 3D ഇഫക്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 3D സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ 3D സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ. ചെയ്തു വെക്കാവുന്ന ഒരു ഓപ്ഷൻസ് മാത്രമേ ഇതിലുള്ളൂ. ഇത്രയാണ് ഇൻസേർട്ട് ഓപ്ഷൻ മെയിനായിട്ട് വരുന്നത്. ഇതിനിപ്പം 2-3 ഓപ്ഷൻസ് കൂടെ ഉണ്ട്. ഹെഡർ ആൻഡ് ഫൂട്ടർ ഒക്കെ ഉണ്ട്. അത് ഓരോ ക്ലാസ്സായിട്ട് പറയാം. അത് കൂടുതൽ എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുന്ന വീഡിയോയുടെ ലെങ്ത് കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കി എല്ലാവരും ബാക്കിയുള്ള വീഡിയോകൾ ഫോളോ ചെയ്യുക. നന്ദി. ഇത്തരം വീഡിയോകൾ ദിവസവും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ ലഭിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്കിൽ അബ്ദുൽ മുനീർ MK എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം ലൈക്ക് എന്ന ഓപ്ഷനിൽ പോസ്റ്റ് ഇൻ ന്യൂസ് ഫീഡ് എന്നത് സി ഫസ്റ്റ് എന്ന് ചെയ്തിട്ടാൽ ദിവസവും നിങ്ങളുടെ ടൈം ലൈനിൽ പുതിയ പോസ്റ്റുകൾ അപ്ഡേറ്റ് ആയി ലഭിക്കും.